വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യർ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളിക്കുന്ന വിഘടിച്ച് നമ്മളങ്ങനെ ചീത്ത രണ്ടു കൂട്ട് മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ സ്വറ്റായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികച്ചു. അപ്പോൾ 2 മൂല്യന്മാര് വരുന്നത് അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രി അതിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ കുട്ടി ഇതൊക്കെ കുരു പൊട്ടുന്നുണ്ടല്ലേ? നിങ്ങളെ കുരു ശരിക്കും പൊട്ടുന്നുണ്ടല്ലേ? നിങ്ങളെ കുരു ഞങ്ങൾ പൊട്ടിക്കും, പൊട്ടുക തന്നെ വേണം. ശരിക്കും പൊട്ടുന്നുണ്ട് പി കെ ബഷീറെ, കുരു പൊട്ടുന്നത് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ഞങ്ങൾ ഈ മൊയ്ലാമാരെ ഡ്രസ്സും അന്തസ്സും കണ്ട് നിങ്ങൾ കുരു പൊട്ടണം. നല്ല മാന്യമായ നല്ല നിലപാടുള്ള വിദ്യാഭ്യാസ മന്ത്രി 2 മൊയ്ലാമാരെ അദ്ദേഹത്തിൻ്റെ സെപ്പറേറ്റ് പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ കുരു പൊട്ടിയല്ലോ. വളരെ സന്തോഷമായി. കാരണം സാക്ഷാൽ നിങ്ങളെ വാപ്പ ആരി സീതി സാഹിബ് എന്ന് പറയുന്ന നിങ്ങളെ സാക്ഷാൽ വാപ്പ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മോന് മറന്നു പോകണ്ട. എന്താണ് പറഞ്ഞതെന്നറിയോ? എൻ്റെ അവസാന രക്തത്തുള്ളി വരെ സുന്നത്ത് ജമാഅത്തിൻ്റെ നാശത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അവസാനം എന്തായറിയോ മോനെ? കേൾക്കണം, പി ടി ബഷീർ കേൾക്കണം. അവസാനം എന്തായറിയോ? അദ്ദേഹം നിയമസഭയുടെ പടി പോലും കണ്ടിട്ടില്ല. ഈ മുകളിൽ കാണുന്ന 2 പണ്ഡിതന്മാരുണ്ടല്ലോ, ആ 2 പണ്ഡിതന്മാരെങ്ങാനും തീരുമാനം എടുത്താൽ പി കെ ബഷീറെ അടുത്ത നിയമസഭയിൽ നിങ്ങൾ നിയമസഭയുടെ പടിയല്ല നിയമസഭയുടെ ഗേറ്റ് പോലും കാണേണ്ടി വരില്ല. അത്രയ്ക്കും നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഈ 2 പണ്ഡിതന്മാർ. അതുകൊണ്ട് കേരളത്തിൻ്റെ സാക്ഷാൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിനോട് എനിക്ക് പറയാനിരിക്കുന്നത്, ഈ മുകളിൽ കാണുന്ന ഈ 2 പണ്ഡിതന്മാർക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ കൊടുക്കണം. ഇസ്ലാമികപരമായിട്ടുള്ള എന്ത് വിഷയം വന്നാലും ഈ 2 പണ്ഡിതന്മാരെ ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ് സാക്ഷാൽ പിണറായി വിജയനോട് എനിക്ക് പറയാനിരിക്കുന്നത്. അല്ല പി കെ ബഷീറെ, ഈ അടുത്ത് നിമിഷപ്രിയയുടെ ഒരു സംഭവം നടന്നല്ല. അപ്പോൾ പി കെ ബഷീർ എവിടെയായിരുന്നു? ഉറങ്ങിയിരുന്നോ അല്ല ഉറക്കം നടിച്ചതാണോ? നിമിഷപ്രിയയുടെ വധശിക്ഷ ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടത് ആരാറിയോ? പി കെ ബഷീറെ, നീയല്ല. വെള്ളവസ്ത്രം ധരിച്ച മൊയിലാറാണ് ഇടപെട്ടത്. മറന്നുപോയോന്നറിയില്ല. നിങ്ങൾക്ക് മറന്നാലും ഞങ്ങൾക്ക് മറക്കൂല. ലോകം ആരും വെറുതെ വിടില്ല കേട്ടോ പി കെ ബഷീറെ. അതുകൊണ്ട് മാന്യമായ ഭാഷയിൽ പി കെ ബഷീറിനോട് ഞങ്ങൾക്ക് പറയാനിരിക്കുന്നത്, ചൊരിയാൻ നിൽക്കണ്ട. നിങ്ങൾ ചൊരിഞ്ഞ അതേ സ്ഥലം പുണ്ണായി എലർജി ആവുകയല്ലാതെ ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല. ഞങ്ങൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി ബഷീറെ. വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യർ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളിക്കുന്ന വിഘടിച്ച് നമ്മളങ്ങനെ ചീത്ത 2 കൂട്ട് മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ സ്വറ്റായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികച്ചു. അപ്പോൾ 2 മൂല്യന്മാര് വരുന്നത് അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രി അതിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട്